കുടം തുറന്നുവിട്ട ഭൂതത്തിന്റെ കണക്കെയായി കെ.വി. തോമസ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക്. ഐ ഗ്രൂപ്പുകാരനായ ഹൈബി ഈഡനെ രംഗത്തിറക്കാൻ രമേശ് ചെന്നിത്തല മുൻകൈയെടുത്ത് വെട്ടിയെറിഞ്ഞത് ചില്ലറക്കാരനെയല്ല. കെ.വി. തോമസ് എന്ന തോമസ് മാഷ് ഒരു ചെറിയ മീനല്ല. ലോക്സഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ഒരു നിസാര പോസ്റ്റല്ല. ഏത് ലോക്സഭാ മെമ്പറും ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഈ പൊൻതൂവൽ തോമസ് മാഷിന്റെ തലയിലേറിയത് സോണിയാഗാന്ധിയുമായുള്ള ഇരിപ്പുവശം കൊണ്ട് തന്നെ. തോമസ് മാഷിന് ദില്ലിയിലെ ബന്ധങ്ങൾ ചെറുതൊന്നുമല്ല കയ്യിലുള്ളത്. ബി.ജെ.പിയിലെ ഉന്നത നേതാക്കൾ തുടങ്ങി കോൺഗ്രസ് പാർട്ടിയിലെ സമാരാധ്യരായ എല്ലാ നേതാക്കളുമായും ആത്മബന്ധം. സ്ഥാനാർത്ഥിത്വം വെട്ടിയെറിഞ്ഞ് തോമസ് മാഷിനെ അത്ര എളുപ്പമൊന്നും ഒതുക്കിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിൽ കഴിയില്ല. മുൻപ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ആകുന്ന സമയത്ത് തോമസ് മാഷിനെയാണ് ഏറ്റവും അധികം ഹൈക്കമാൻഡ് ഇവിടുത്തെ KPCC പ്രസിഡന്റ്ഷിപ്പ് ഏറ്റെടുക്കാൻ നിർബന്ധിച്ചത്. തോമസ് മാഷ് നയത്തിൽ ഒഴിവായതിന് പിന്നിലും ചില രഹസ്യങ്ങളുണ്ട്. തികഞ്ഞ കണക്കുകൂട്ടലുകളോടെ വളരെ കൃത്യമായി നീങ്ങുന്ന സ്വഭാവക്കാരനാണ് തോമസ് മാഷ്. സമയനിഷ്ഠ പാലിക്കുന്ന, ഓരോ കാര്യങ്ങളിലും തികഞ്ഞ അറിവ് നേടുന്ന, കണിശതയോടെ നീങ്ങുന്ന തോമസ് മാഷിന്റെ രാഷ്ട്രീയ കരുനീക്കങ്ങളും അതിനനുസരിച്ച് തന്നെ. സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടപ്പോൾ പൊട്ടിത്തെറിച്ച തോമസ് മാഷ് ചിലത് കണക്കുകൂട്ടി തന്നെയാണ് ഇന്നലെയുടെ മണിക്കൂറുകളിൽ കളിച്ചത്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം മാഷിന്റെ കാൽക്കൽ വീണ് മട്ടിലാക്കി മാധ്യമ വാർത്തകൾ. കണിശതയോടെ കുരുക്കുകൾ എറിഞ്ഞ് തോമസ് മാഷ് നീങ്ങുന്നത് തികഞ്ഞ കരുതലോടുകൂടി തന്നെ. തോമസ് മാഷിന് മുന്നിലുള്ള UDF ചെയർമാൻ സ്ഥാനം ഭീഷണിയാവുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ. ഈ UDF ചെയർമാൻഷിപ്പ് കിട്ടിയാൽ തോമസ് മാഷ് അത് വെച്ചൊരു കളി കളിക്കും. എറണാകുളത്ത് ഹൈബി ഈഡൻ വിജയിക്കുകയാണെങ്കിൽ ഒഴിവ് വരുന്ന നിയമസഭാ മണ്ഡലത്തിൽ തോമസ് മാഷിന് വിജയിച്ചു കയറുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. UDF ചെയർമാന്റെ ബെന്നി ബെഹനാൻ ലോക്സഭയിലേക്ക് പോകുന്നതോടുകൂടി ഒഴിയുന്ന ആ UDF കൺവീനറുടെ കസേര കൂടി കിട്ടിയാൽ മാഷ് ഒരു കളി കളിക്കും. അത് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുള്ള കളി തന്നെയായിരിക്കും. അങ്ങ് ദില്ലിയിൽ സോണിയാഗാന്ധിയുടെ അടുക്കള വരെ നീളുന്നതാണ് തോമസ് മാഷിന്റെ ബന്ധം. സോണിയക്കേറെ പ്രിയപ്പെട്ട കൊഞ്ച്, സീ ഫുഡ്സ് ഒക്കെ കൊച്ചിയിൽ നിന്ന് പ്രത്യേകം പാക്ക് ചെയ്ത് കോൺഗ്രസ് ചെയർപേഴ്സന്റെ അടുക്കളയിൽ എത്തിക്കുന്ന മാഷിന് സോണിയയുമായുള്ള ബന്ധം ചില്ലറയൊന്നുമല്ല. സോണിയയെക്കുറിച്ച് ആധികാരികമായി എഴുതിയ പുസ്തകം മാഷിന്റെ എക്കാലത്തെയും ഒരു മികച്ച രചന തന്നെ. ഇതിനായി ഇറ്റലിയിൽ വരെ എത്തി സോണിയാഗാന്ധിയുടെ ബന്ധുക്കളെയൊക്കെ കണ്ട് വേണ്ടത്ര റിസർച്ച് ചെയ്തു തന്നെയാണ് മാഷ് കളി കളിച്ചത്. സോണിയാഗാന്ധിയുമായുള്ള ബന്ധം രാഹുൽ ഗാന്ധിയുമായി തുടർന്നുവെങ്കിലും ഇപ്പോൾ സീറ്റിന്റെ കാര്യം എത്തിയപ്പോൾ രമേശ് ചെന്നിത്തല ഒരു നല്ല കളി അങ്ങ് കളിച്ചു. ഒരു ഗ്രൂപ്പിലും പെടാത്ത മാഷിനെ ഉമ്മൻചാണ്ടിയും നൈസായിട്ടൊന്ന് ഒതുക്കാൻ നോക്കി. UDF കൺവീനറായുള്ള തോമസ് മാഷിന്റെ കേരളത്തിലേക്കുള്ള മടങ്ങിവരവ് ഒരു തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കരുനീക്കം തന്നെ. തോമസ് മാഷ് UDF കൺവീനറായി കേരളത്തിലെത്തിയാൽ അടുത്ത മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തോമസ് മാഷും രമേശ് ചെന്നിത്തലയും നേർക്കുനേരാവും. കളിക്കളത്തിന് പുറത്തുനിന്ന് മധ്യസ്ഥന്റെ റോൾ എടുത്ത് ഉമ്മൻചാണ്ടിക്കും ഒരു വേള ഒരു റോൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് തന്നെയാണ് കണക്കുകൂട്ടൽ, ചാണക്യ കണക്കുകൂട്ടൽ, ചാണ്ടിയുടെ കണക്കുകൂട്ടൽ. തന്റെ പാർലമെന്റ് മണ്ഡല ജീവിതകാലത്ത് തോമസ് മാഷ് എറണാകുളംകാരെ സഹായിച്ചതും എറണാകുളംകാർക്കൊപ്പം നിന്നതും ചില്ലറ കാര്യങ്ങളിലൊന്നുമായിരുന്നില്ല. മാഷിന്റെ വിദ്യാധനം ട്രസ്റ്റ് എറണാകുളംകാർക്ക് സുപരിചിതമാണ്. 15,000-ഓളം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചയൂണ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം. നിരവധി സഹായ സഹകരണങ്ങൾ പാവങ്ങൾക്ക് നൽകുന്ന മാഷിന്റെ ട്രസ്റ്റ് ഒരു അപൂർവത തന്നെയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് ഒക്കെ ഉപയോഗപ്പെടുത്തി മാഷിന് മറ്റുള്ള കമ്പനികളിൽ നിന്നുള്ള CSR ഫണ്ട് ഉപയോഗിച്ച് ഈ ട്രസ്റ്റ് ഫലപ്രദമായി കൊണ്ടുപോകാൻ ഈ കാലയളവിൽ കഴിഞ്ഞിരുന്നു. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി വളരെ അടുത്ത ബന്ധമാണ് മാഷിനുള്ളത്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ മാത്രമല്ല, മറ്റു സമുദായ നേതാക്കളും കേരളത്തിലെ പ്രമാണിമാരുമൊക്കെ മാഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെ. കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്കില്ലാത്ത ചില ഗുണങ്ങളുമുണ്ട് മാഷിന്. നല്ല എഴുത്തുകാരനാണ്, നല്ല വായനാശീലവുമുണ്ട്. കുമ്പളങ്ങിയിലെ തോമസ് മാഷ് ചില്ലറക്കാരനല്ലെന്നു സാരം. ഇനി UDF കൺവീനറായും നിയമസഭാ സാമാജികനുമായും ഒക്കെ ഒരു കളി കേരളത്തിൽ മാഷങ്ങ് കളിക്കും. അത് ചെറിയ കളി ആയിരിക്കില്ല. രമേശ് ചെന്നിത്തലയെ വെട്ടിയെറിഞ്ഞു മുന്നേറാൻ കെൽപ്പുള്ള തോമസ് മാഷിന്റെ അവസാന ചാണക്യക്കളി തന്നെ. ലക്ഷ്യം അടുത്ത മുഖ്യമന്ത്രി കസേര. കാത്തിരുന്ന് കാണേണ്ട ഈ അങ്കക്കളി ഇനിയും തുടരുമെന്ന് സാരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.